ഹലോ 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 ഞങ്ങൾ ഇന്നലെ ഫിഷിൻ്റെ ഫുഡൊക്കെ മേടിച്ചു നടന്നു. അപ്പോൾ അത് നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോകാം കൂട്ടുകാരനെ. അതെ, ഫിഷ് ടാങ്കൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി അവിടെ എത്തിക്കട്ടെ, സാധനം കൊടുക്കട്ടെ. ഓക്കെ, ഇന്നത്തെ പരിപാടി അതാണ്, ഫിഷ് ടാങ്ക് തിരിച്ചെത്തിക്കുക. വാവ്, വണ്ടർഫുൾ. കുറച്ച് ദിവസം അയാർന്ന് എൻ്റെ കയ്യിൽ ഇരിക്കണം ഉണ്ടോ, അതിനകത്തല്ലേ തെറിക്കണേ. തുളുമ്പി പോകണമെന്നില്ലല്ലോ. അയ്യോ, ഒരു സാധനം കൂടെ എടുക്കാണ്ട്. ഫിഷ് ഫുഡാണ് അല്ല, ഫിഷ് ഫുഡിന്റെ ഒരു മരുന്ന്. അത് വിവേകിനടുത്ത് നമുക്ക് പിന്നെ എന്താ പറയാ. ഓ, ഈ കുന്തം റോഡ് റെഡി ആയില്ല. ഇനി ഞാനിത് എത്ര കറക്കം ആ സൈഡിൽ കൂടി പോകാൻ പറ്റുമോ? ആ റോഡിന്റെയോ? അവിടെ പോയിട്ട് റിവേഴ്സ് അടിക്കേണ്ടി വരും. ഞാൻ വേറെ വണ്ടിയൊക്കെ സൈഡിൽ കൂടി പോകുന്നുണ്ട്. ഇത് കാറോ? ആ റോഡ് പണി നടക്കുന്നതിന്റെ സൈഡിൽ കൂടെയോ? അങ്ങനെ പോകാനുള്ള സ്ഥലമുണ്ടോ? അവിടെ എന്താ പണി നടക്കണേ? നമ്മള് റിസ്കി ആയിട്ട് പോകാൻ പാടില്ലാത്തൊരു വഴിയിലൂടെ നമ്മൾ വണ്ടി ചാടിച്ചോണ്ട് പോകും. ആ, നല്ല രീതിയിൽ വണ്ടർഫുള്ളായി. റോഡ് മതിയായ കുഴി അടിച്ചു വെച്ചേക്കുക. ഇനി അതല്ല വണ്ടിയല്ല എടുത്തോണ്ട് പോകാൻ പറ്റണേ. ആകപ്പാടുണ്ടല്ലോ ഇതിപ്പോ ഈ റെസിഡൻഷ്യൽ ഏരിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ചില റെസിഡൻഷ്യൽ ഏരിയയില് ഒറ്റ വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പുറം ഇപ്പുറം കാറുണ്ട്. അപ്പോൾ ഒരു വണ്ടിയെ പോകുള്ളൂ. ആ വണ്ടി പോകുന്ന ഗ്യാപ്പിൽ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാസ്ക്കാണ്. പിന്നെ ആ ഗ്യാപ്പിൽ എല്ലാ വണ്ടിയും ഇതേപോലത്തെ ഒരു വഴി കൂടെ തന്നെ പോകണം. അപ്പോൾ ഭയങ്കര പാടാണ്. നമ്മളതേപോലെ നമ്മൾ എളുപ്പത്തിൽ ഇപ്പുറത്തെ വഴിക്ക് ചാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു വഴിയാണ് ഇപ്പോൾ അവർ റോഡ് പണിക്കിട്ടാണ്. പിന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. പക്ഷേ ഡിവിനാമേരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിവിനാമേരി എന്തെങ്കിലും ഉണ്ടാക്കി തരും. അവിടെ പൂരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിവിനാമേരി വരുമ്പോഴേക്കും പൂരി ഉണ്ടാക്കി വയ്ക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡിവിനാമേരിനൊപ്പം വെക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ, ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ആൾക്കാരൊക്കെ നിങ്ങളെ ജോയിങ്ങും ഒക്കെ ആയിട്ട് നടക്കണം. പട്ടീനെ വാക്കിക്കുക, ഡോഗ് വാക്കിങ്. ഇവിടെ ജോലി വരുന്നുണ്ട് ഡോഗ് വാക്കിങ്ങിൻ്റെ. ഒരു മറ്റേ പെറ്റ്സിനെ നമുക്ക് തരും, നമ്മൾ അതിനെങ്ങനെ നടത്തിക്കുക, അതിനെ സംരക്ഷിക്കുക, നോക്കുക. അവർ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒന്നും ഇല്ലാതിരിക്കും, വീട്ടിലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പട്ടിക്ക് കറക്റ്റ് സമയത്ത്, പട്ടിക്കോ പൂച്ചയ്ക്കോ എന്താണെന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുക, പിന്നീട് നടക്കാൻ കൊണ്ടുപോവുക, വണ്ടിയൊക്കെ കെട്ടി അതിൻ്റെ ഒപ്പം കളിക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടി. ഒരു പ്രത്യേക തരം ജീവിതമല്ലേ. 84 ഒറ്റ ലൈറ്റ് കിടക്കുന്ന വീടെന്നും പറഞ്ഞാണ് അവൻ എപ്പോഴും വീട് കാണിച്ചത്. ഈ കാണുന്നതാണോ ഈ കൊച്ചുങ്ങളുള്ള മേൽപ്പീരിയൊക്കെയാണോ? 72 ഇതില്ലായിരിക്കും. നമുക്ക് ഇവിടെ നിർത്താം, എന്നിട്ട് അവനെ വിളിക്കാം. സാരം കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞു ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അതെടുത്തു. അവൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു വന്ന് കിടന്നുറങ്ങുമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തു. സാധനം കൊടുത്ത് കഴിഞ്ഞു. ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നിപ്പോ പോയി പൂരി കഴിക്കണം. രമ്മിനി നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഞാനിത് അവള് കേൾക്കാൻ പാകത്തിന് പറയാറില്ല. അവളങ്ങനെ കേൾക്കാൻ പാകത്തിന് പറയാം അത്ര നല്ലതല്ല. അവൾ അങ്ങടെ മോളിൽ കയറിപ്പോ അത്രയും വേണ്ടല്ലോ. ഫുഡൊക്കെ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുമൊക്കെ ചെയ്യട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാൻ കഴിയും. പിന്നെ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ എല്ലാം ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് തെറ്റിക്കാറുണ്ട്. ഹീറോയിസവാ ഫുഡ് ഉണ്ടാക്കുന്നത്, നല്ല ഫുഡാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഞാനെന്ത് ചെയ്യും? ഞാൻ പറയൂല. പറ്റിക്കും കൊച്ചിനെ. കൊച്ചി ഇപ്പം പറയുമെന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ പറയൂല. അതുകൊണ്ട് ഞാനിത് നല്ല അടി അടിക്കുകയും ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഒരു കാര്യം എനിക്ക് അറിയാം. ഞാനിങ്ങനെ പോർട്രേറ്റിൽ വീഡിയോ എടുക്കണോ അതോ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കണോ എന്നറിയാനായിരുന്നു. എങ്ങനെ എടുക്കണോ പറ. ഇങ്ങനെ എടുക്കണോ അതോ അപ്പുറത്ത് മറ്റേ രീതിയിൽ എടുക്കണോ? ലാൻഡ്സ്കേപ്പായിട്ട് ഡിസൈൻ. അത് ഓർത്തിട്ടാണ് ഞാനിപ്പോ ഇതില് പോർട്രേറ്റിൽ എടുത്ത് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും യൂട്യൂബിലാണെങ്കിലും വീഡിയോ കാണുന്നത് മൊത്തം ഫോണിലാണ്. അപ്പോൾ ഫോണിൽ കാണുമ്പോൾ ഈസിയസ്റ്റ് വേ അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ ഓറിയന്റേഷൻ മൊത്തം, വീഡിയോ ഓറിയന്റേഷൻ മൊത്തം മാറി പോർട്രേറ്റ് മോഡിലായി തുടങ്ങി.
പേഴ്സണൽ ബ്ലോഗ് അല്ലേ, അല്ലാതെ സിനിമയൊന്നും ഇല്ലല്ലോ. അതെ, കൂടുതലും മൊബൈലിലാണല്ലോ ഇപ്പോഴത്തെ എല്ലാം വീഡിയോസ് എല്ലാം കാണുന്നത്. സോ അതുകൊണ്ടാണ് ഒരു ഇന്നോവേറ്റീവ് തോട്ടായിരുന്നു അത്. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനെ മാനിച്ച് ഞാൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സീരീസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതേപോലെ പോർട്രേറ്റ് മോഡിൽ, ഷോർട്ട് വീഡിയോസ് എല്ലാം ഇറങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും ഇങ്ങനെയാക്കാം എന്ന് വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, യൂട്യൂബിൽ തമ്പനയിൽ ഇടാൻ വലിയ പാടാണ്. ഇങ്ങനെ തമ്പനയിൽ പറ്റില്ല, ഇങ്ങനെയുള്ള തമ്പനയിലേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ടാസ്കിഷ് ഉണ്ട്. ഞാൻ മറ്റേ സാധനം കാണിച്ചു തരാം കേട്ടോ. എന്നാ നോക്കി ഓരോ സെറ്റപ്പിൽ ഇത് ഒട്ടിച്ചു വെച്ചാണേ. കൊള്ളാല്ലേ, രസമുണ്ടല്ലേ? അപ്പോൾ ശരി, ഇന്നത്തെ പരിപാടി മിക്കവാറും ഇവിടെ കൊണ്ട് തീരും. ഇല്ലില്ല, ഇനിയും ഇത് കാണിച്ചാലുണ്ട്. ഇതിനൊരു പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, നമുക്ക് അതുകൊണ്ട് കണ്ടിട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള ബൈ സാധനം ഞാൻ ഇപ്പോഴേ അടിക്കുന്നു. അത് ഞാൻ പിന്നെ എൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വീഡിയോയിലിടാം. ഓക്കെ, ബൈ. ഈയിടെ മോനെ ദിവനാമേരി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പൂരി എനിക്ക് വേണ്ടിയിട്ടെന്നല്ല, അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അകത്ത് 2 എണ്ണം ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ച സാധനം ഉണ്ടല്ലോ, സെറ്റായിട്ടവനെ കാണിച്ചേരേ. കണ്ട എന്തൊക്കെയോ കാണിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആർക്കറിയാം, കൊള്ളാവോന്നറിയില്ല, വായി വയ്ക്കാൻ കൊള്ളാവോന്നറിയില്ല. ചെന്ന് കഴിഞ്ഞിട്ട് കുറ്റം പറയാം, അങ്ങനെയാണല്ലോ. തിന്നുന്നതിന് മുമ്പ് കുറ്റം പറയാൻ പാടില്ലോ, നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. തിന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ വയറും നിറഞ്ഞു കുറ്റവും പറയാം.